ഛായയിലേക്കാണ് കോഴിക്കോട് നഗരം അന്ന് മിഴി തുറന്നത്. കോഴിക്കോട് കടപ്പുറത്ത് അധിനിവേശത്തെ ചെറുത്ത ധീര രക്തസാക്ഷി കുഞ്ഞാലിമരയ്ക്കാർ നഗറിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ അധ്യക്ഷൻ EM അബ്ദുറഹ്മാൻ പതാക ഉയർത്തിയതോടെ 3 നാൾ നീണ്ട സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കമായി. രാവിലെ കൃത്യം 8:30 പോപ്പുലർ ഫ്രണ്ട് ദേശീയ നിർവാഹക സമിതി അംഗം മൗലാന ഉസ്മാൻ ബേഗ് ഷാദിയുടെ പ്രാർത്ഥനയെ തുടർന്ന് തക്ബീർ ധ്വനികളുടെ അകമ്പടിയോടെ സമത്വത്തെയും സമാധാനത്തെയും സമൃദ്ധിയെയും വിപ്ലവത്തെയും പ്രതീകവൽക്കരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നക്ഷത്രാങ്കിത ത്രിവർണ്ണ പതാക വാനിലുയർന്നു. ആസൂത്രണ മികവും സംഘാടന പാടവവും പരിപാടികളിലെ വൈവിധ്യവും ചർച്ചകളുടെ ഗാംഭീര്യവും ജനങ്ങളുടെ പങ്കാളിത്തവും കൊണ്ട് തീർത്തും വേറിട്ട ഒരു അനുഭവമായിരുന്നു ദേശീയ രാഷ്ട്രീയ സമ്മേളനം. ബുദ്ധിജീവികളും മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ ചിന്തകരും മാധ്യമ പ്രവർത്തകരും പണ്ഡിതന്മാരും സ്ത്രീകളും വിദ്യാർത്ഥികളും സാധാരണ ജനങ്ങളും ഇതുപോലെ ഒത്തുചേർന്ന മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നഗരത്തിലെ വ്യത്യസ്ത വേദികളിൽ അവർ തങ്ങളുടെ മനസ്സ് തുറന്നു. വിവിധ ഭാഷകളിൽ അവർ അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. 3 ദിനങ്ങളിലായി നടന്ന ചെറുതും വലുതുമായ 10 സമാന്തര സമ്മേളനങ്ങളിൽ രാജ്യം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ചാ വിഷയങ്ങളായി. ചരിത്രത്തിൽ ഇടം പിടിച്ച വ്യക്തികളുടെയും സംഭവങ്ങളുടെയും നാമധേയങ്ങളാണ് സമ്മേളന വേദികൾക്ക് നൽകിയത്. നിറഞ്ഞ സദസ്സുകൾ സമ്മേളനങ്ങളുടെ മറ്റൊരു സവിശേഷതയായിരുന്നു. ഈ അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ഇന്ത്യൻ ഫ്യൂഡൽ സിസ്റ്റത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്നതെന്നും എനിക്കറിയാം. Sooner or later, if we don't assert ourselves, our voice will be silenced. And I think we have to fight against that. Where are the Muslims in governance? Where are they in the police? Where are they in the army? Where are they in the intelligence? They are less than Dalits. They are less than tribals. Wherever there is a discrimination, wherever there is a injustice, where there is a genocide, it's a duty on the part of us to raise our voice. और हमारी स्थिति एक सेकेंड रेट इंग्लैंड या इजराइल से ज्यादा की नहीं रह गई है और ये देश के लिए बहुत खतरनाक बात है. चेत त्वमिमं धर्मं संग्रामं न करिष्यसि ततः स्वधर्मं कीर्तिं च हित्वा पापं वाप्स्यसि. You are talking of mixing religion with politics. You are forcing it. You are forcing them to issue fatwas against terrorism. Please stop being apologetic about terrorism. You are Muslim, so you are explaining you are not terrorist. ഈ ക്രീമി ലെയർ സംവിധാനമാണ് ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ നിയമനങ്ങളിലും ഉദ്യോഗ നിയമനങ്ങളിലും പിന്നെ